ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ളൊരു സാധനം ഇപ്പം കടലല്ലേ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു വട ആണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കടല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണിത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ 8 മണിക്കൂറോളം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ കടല. എങ്കിലേ നമുക്കൊന്ന് മിക്സി ഗ്രൈൻഡറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പാക്കിയിട്ടാട്ടോ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് പകുതി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വടക്കൊക്കെ പരിപ്പ് അരച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് കുറച്ച് കടലയുടെ ആ ഒരു കടിക്കാനുള്ളൊരിത് വേണനും അതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടോ. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ രണ്ടാമതും ഇതുപോലെ തന്നെ നന്നാക്കി ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്യാന്നല്ല, കുറച്ച് അരയും വേണം, അതുപോലെ തന്നെ നന്നാക്കി പേസ്റ്റ് ആവുകയും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പം സവാള കനല്ലാതെ കുഞ്ഞു കുഞ്ഞായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നമ്മൾ കട്ട്ലേറ്റൊക്കെ അരിയുമ്പോൾ തന്നെ ചെറുതാക്കിയിട്ട് വേണം ഇതിലേക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലൊക്കെ കുഞ്ഞു കുഞ്ഞായി ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വലുതാക്കി അരിഞ്ഞെടുത്താൽ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെ സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറുതാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, പച്ചമുളകും മുളക് പൊടിയൊക്കെ. അപ്പോൾ ഞാനിവിടെ വലിയ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കായപ്പൊടി ഉണ്ടല്ലോ, അതൊരു നുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണ് അരിപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ സ്പൂണിൽ തന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വടക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഓയിൽ ചൂടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വടയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒരു ബോളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ രൂപത്തിൽ തന്നെ നമുക്കിതിലേക്ക് പരത്തിയിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ക്രിസ്പി ഉണ്ടായി പോകും കേട്ടോ. ഉള്ളിൽ ആ ചൂടുള്ള വെളിച്ചെണ്ണയൊക്കെ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് പുറമെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വേണം നമ്മൾ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ഭാഗമായതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് വേണം നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാനായിട്ട്.
അപ്പോൾ നമ്മുടെ വട ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും കടലയൊക്കെ. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻസ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക് യു.